ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്നു ഈ കൃഷ്ണപ്രിയനെ കൊന്ന കോയ എന്ന് പറഞ്ഞ വ്യക്തി. ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഈ കൃഷ്ണപ്രിയൻ്റെ കൊലപാതകം കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അവിടെ ഒളിച്ച് താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിന് ഈ കോയ. അന്ന് ഈ കാലത്തെ പോലെ സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നുമില്ല. പത്രത്തിൽ വരുന്ന ന്യൂസ് മാത്രമേ അറിയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിയൂല. ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അന്ന് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ന്യൂസും കാര്യങ്ങളൊക്കെ ആയൊരു കൊലപാതകമായിരുന്നു കൃഷ്ണപ്രിയൻ്റെ കൊലപാതകം. അതിനുശേഷം ഈ പ്രതി ജാമ്യത്തിന് ഇറങ്ങിയാണ്ട് നമ്മളെ ആ ഏരിയയിലൊക്കെ വന്ന് ഒളിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു ഈ ഒരു കോയനെ കൊണ്ട്. പിന്നെയാണ് അറിഞ്ഞത് കോയനെ കൃഷ്ണപ്രിയൻ്റെ അച്ഛൻ കൊന്നു എന്നൊക്കെ. എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം കൃഷ്ണപ്രിയ ആരാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം ഈ ഇപ്പോഴത്തെ ജനറേഷൻ, കാരണം 2002 ആ ജനറേഷൻ ഉണ്ടല്ലോ. 2001 കൃഷ്ണപ്രിയൻ്റെ കൊലപാതകം. അന്ന് 13 വയസ്സ്, 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നമ്മളൊക്കെ സെയിം പ്രായം തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞാനും ആ സെയിം പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും കൃഷ്ണപ്രിയനെ കൊന്ന ആ ഘാതകനെ കൃഷ്ണപ്രിയൻ്റെ അച്ഛൻ കൊന്നു. അച്ഛൻ കൊന്നിട്ട് അച്ഛനെ വെറുതെ വിട്ടു കോടതി. ആ അച്ഛൻ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു. കാരണം നമുക്ക് ഈ അടുത്തൊന്നും അല്ല, അതിന് ശേഷം ഇങ്ങനൊരു ന്യൂസ് ആരും കേട്ടിട്ടുണ്ടാവില്ല, മകളെ കൊന്ന കൊലപാതകനെ അച്ഛൻ കൊന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ ന്യൂസ് എന്താ കേൾക്കുന്നത്? അച്ഛൻ മകനെ വെട്ടി, മകൻ അച്ഛനെ വെട്ടി, മകൻ അമ്മനെ കൊന്നു, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കേൾക്കണുള്ളൂ. പക്ഷെ നൊന്ത് പ്രസവിച്ച് പൊന്നു പോലെ നോക്കിയ ആ പൊന്നു മോളെ പിച്ച് ചീന്തിയ അയാളെ എങ്ങനെ കൊല്ലാതിരിക്കുമെന്ന് ആലോചിക്കുക. അന്നത്തെ കാലക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ഇപ്പോഴാണ് ഈ ലഹരിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ വിഷയം. ഏതായാലും ഈ കൃഷ്ണപ്രിയ ആരാ ഏതാന്നുള്ള ചുരുക്കത്തിൽ ഒരു ചെറിയൊരു അവരെ പറ്റി ചെറിയ 2 വാക്ക് ഒന്ന് കേട്ടു നോക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ധീരനായ മകൾക്ക് വേണ്ടി ജീവിച്ച ആ അച്ഛൻ ഇന്നലെ വിട വാങ്ങി. ആരാണെന്നല്ലേ? കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ചേട്ടൻ ഇന്നലെ നമ്മോട് വിട പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചാരങ്കാവിലാണ് ശങ്കരനാരായണൻ്റെയും കൃഷ്ണപ്രിയയുടെയും വീട്. കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യയ്ക്കും ശാന്തകുമാരിക്കും ജനിച്ച ഏക മകളാണ്. ഏട്ടന്മാരുടെ അനിയത്തിക്കുട്ടിയായി അമ്മയുടെയും അച്ഛൻ്റെയും പൊന്നോമനയായി 13 വയസ്സുവരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അന്ന് കൃഷ്ണപ്രിയ. 2001 ഫെബ്രുവരി 9 വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴി അവളെ കാണാതായി. നാട്ടുകാർ ഒന്നിച്ചു നിന്ന് ആ 13 വയസ്സുകാരെ തിരഞ്ഞു. പൊന്നു പോലെ കൊണ്ട് നടകളെ കാണാനില്ലാതെ അറിഞ്ഞ നിമിഷം മുതൽ ശങ്കരനാരായണൻ മരിച്ചു ജീവിക്കുകയായിരുന്നു. പിന്നീട് വീടിന് 200 മീറ്റർ മാറി കുറ്റിക്കാട്ടിൽ തന്റെ മകളെ പിച്ച് ചീന്തിയ ചേതനയേറ്റ മൃതദേഹം പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുമ്പോൾ ഏതൊരച്ഛനും പോലെ ശങ്കരനാരായണൻ തളർന്നുപോയി. 2 ദിവസത്തിനപ്പുറം കൊലയാളിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ഈ കൊലയാളി ആരാണെന്നുള്ളതും തൊട്ടടുത്തുള്ള ആളാണെന്നുള്ളതും. ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആളായിരുന്നു അന്ന് കൊന്നത്. മാളു എന്നായിരുന്നു അച്ഛൻ ആ മോളെ വിളിച്ചിരുന്നത്, കൃഷ്ണപ്രിയ വിളിച്ചിരുന്നത്. അന്ത്യകർമ്മം കഴിയുന്നത് വരെ തൻ്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന അയൽവാസിയും അടുപ്പക്കാരനുമായ മുഹമ്മദ് കോയ ആണ് ആ കൃത്യം ചെയ്തതെന്ന് അപ്പോഴും ആ അച്ഛൻ വിശ്വസിച്ചിരുന്നില്ല. മകളുടെ കൊലയാളിയെ രാജ്യത്തിനും നിയമത്തിനും വിട്ടുകൊടുത്തു. മാളു ഇല്ലാത്ത ആ വീട്ടിൽ ആ അച്ഛൻ മകളുടെ ഓർമ്മകളായി കഴിഞ്ഞുകൂടി. ഒരു കൊല്ലമായപ്പോഴേക്കും ജാമ്യത്തിലിറങ്ങിയ തന്റെ മകളെ പിശിച്ചീന്തിയ പിശാച് തന്നെ മുൻപിലൂടെ കൂസലില്ലാതെ നടക്കുന്നത് കണ്ട ആ അച്ഛന് രാജ്യത്തിന്റെ നിയമം വിട്ട് അച്ഛന്റെ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങി. അതെ, ഏതൊരു മോളും കൊതിച്ചു പോകുന്ന യാഥാർത്ഥ്യം, ദ ഗ്രേറ്റ് ഫാദറിന്റെ നിയമം. പന്നിയെ വെടിവെക്കുന്ന ഒറ്റക്കോൽ തോക്കുകൊണ്ട് മുഹമ്മദ് കോയയുടെ നെഞ്ചുകൂട് തകർത്തപ്പോഴും ആ അച്ഛന്റെ കൈ ലേശം വിറച്ചില്ല. തന്റെ മകൾക്ക് വേണ്ടി അച്ഛന് നിയമം നടപ്പിലാക്കി. ഈ നാട്ടിലെ നിയമം നടപ്പിലാക്കാത്തോടത്തോളം കാലം സ്വന്തം അച്ഛന്മാരിതിന് ഇറങ്ങേണ്ടി വരും. എന്നിട്ട് നേരെ പോയാണ്ട് ആ അച്ഛൻ പോലീസിൽ കീഴടങ്ങി. മഞ്ചേരി കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ശങ്കരനാരായണനെ പിന്നീട് തെളിവുകളുടെയും അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. അതാണ് നമ്മുടെ കൃഷ്ണപ്രിയന്റെ അച്ഛൻ ശങ്കരേട്ടൻ. അവെല്ലാവർക്കും ഓർമ്മയായി ഇന്ന് ശങ്കരേട്ടൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്.